മൂത്ത മോക്ക് 9 വയസ്സ്, 9ാം ക്ലാസ്സിലാണ്. എന്റെ മോളെ മുഖത്തേക്ക് നോക്കിയിട്ട് എന്റെ ഭാര്യനോട് പറയും, സുബ്ഹാനല്ലാ, ഇനി ഒരു 6-7 കൊല്ലം കൂടി എന്റെ മോളിന്റെ പേരുണ്ടാവും, അത് കഴിഞ്ഞാൽ ഏതോ കുടുംബത്തിന്റെ അകത്ത് പോകണ്ടോളാ. ആ പൊന്നുമോക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ ദ്വാരക്കുന്നുണ്ട്. പെൺമക്കളുള്ള സർവ്വ വാപ്പാർക്കും ഉമ്മാർക്കും ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ, എന്റെ മോളെ സങ്കടപ്പെടുത്താത്തൊരു പിയാപ്പിളിനെയും കുടുംബവും കിട്ടണേ റബ്ബേന്ന്. ഓ മൊഞ്ചനും സുന്ദരനും ഗ്രാമറുള്ളവനും ആണോന്നൊന്നുമല്ല. എന്റെ പലപ്പോഴും നിക്കാഹിന് വേദിയിലിരിക്കുന്ന വാപ്പ അങ്ങനെ കൈ പിടിക്കാൻ നേരത്ത് കണ്ണു നിറഞ്ഞുറ്റുന്നു കാണുമ്പോ ഞാൻ ചോദിക്കും, എന്തിനാ കാക്ക കരയണത്? എന്നോട് അറിയും, 2 സങ്കട അവസ്ഥാതെ. ഒന്ന്, എന്റെ മോൾ ഇറങ്ങിപ്പോകുന്നത്. 2, എന്റെ മോത്ത മോൾ അവസ്ഥ ആലോചിച്ചതിന്റെ പേരിൽ. അതെന്താ, ഇതേപോലെ കൈ പിടിച്ചു കൊടുത്തതാ അപ്പൊ പൊരയിലുണ്ട്. ഓന്റെ അത്ര വെറുക്കപ്പെട്ടോ നാറി വേറല്ല. ആദ്യമൊക്കെ നല്ലോനായിരുന്നു, പിന്നെയാണ് ഓന്റെ സ്വഭാവം അറിഞ്ഞു തുടങ്ങിയത്. തല്ല് കിട്ടിയിട്ട് എന്റെ മോക്ക് ജീവനില്ല, തിന്നാൻ കൊടുക്കൂല, ഏതെങ്കിലും ഒരു സന്തോഷത്തിന്റെ ഒരു നിമിഷമല്ല. പേടിച്ച് ജീവിച്ചതാ 12 കൊല്ലം എന്റെ മോളാ പൊരയില്. ഇപ്പോഴും നമ്മളെ വീട്ടിലെ പല പെൺമക്കളും പേടിച്ച് ജീവിക്കുന്ന എന്തുകൊണ്ടാണെന്നറിയോ? അത് നമ്മളെ പേടിച്ചതുകൊണ്ടല്ലോ, അത് ഭർത്താക്കന്മാരൊന്നും അറിയണം. അസാധുക്കൊക്കെ അറിയാം.